السلام عليكم ورحمة الله وبركاته. كيف حالكم يا إخوان؟ كيف حالكم يا طلابي؟ درسنا في اليوم الأخير الدرس الأول من اللغة العربية من كتاب اللغة العربية. اليوم نحن ندرس الدرس الثاني. وما اسم هذا الدرس؟ نعم، أوهن البيوت. هذه قصة قصيرة، قصة جميلة، قصة صغيرة لحنان لحام. حنان لحام هي كاتبة سورية، ولد في سوريا. حنان بنت محمد سعدي الشهيرة بحنان لحام، اسمها الكامل حنان بنت محمد سعدي، وهي معروفة مشهورة باسم حنان لحام. هي كاتبة سورية معاصرة يعني يعيش الآن. ولدت في دمشق. إنها ولدت في دمشق، هي عاصمة سوريا، سنة 1943. بدأت حياتها الأدبية بكتابة القصص القصيرة. إنها بدأت الكتابة الأدبية، كتابة الأدبية بالقصص الصغيرة. ആദ്യമായിട്ട് സാഹിത്യരചന ആരംഭിച്ചത് ചെറുകഥ രചനയിലൂടെയാണ്. വഹിയ നാഷിതത്തുൻ ഫി മജാലി തർബിയ. ഷീസ് എൻ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ്. വരിയാദിൽ അത്ഫാൽ, അതേപോലെ ഈ KG വിദ്യാഭ്യാസ മേഖലയിലും ഉള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകയാണ് ഹനാൻ ലഹാം. കാനത്ത് മുദരിസത്തൻ ഫി മജാലിൽ മലിക് അബ്ദുൽ അസീസ്. كانت مدرسة في جامعة الملك عبد العزيز للبنات بجدة. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ ഗേൾസ് കോളേജിലെ അധ്യാപികയാണ് ഹനാൻ ലഹാം. വഫി മദാരിസുൽ ഉന്ദുലുസ് ലിൽ ബനാത് ഫി ദിമഷ്ക്. ഡമസ്കസിലെ മദാരിസുൽ ഉന്ദുലുസ് ബനാത്തിനായിട്ടുള്ള ഗേൾസിനായിട്ടുള്ള ആ ഒരു സ്കൂളിലും ഇദ്ദേഹം അധ്യാപികയാണ്. ومن أشهر كتبها من أشهر مؤلفاتها ميلاد جديد، الشمس والريح، جيل العطش. وهذا أوهن البيوت هي قصة صغيرة لحنان لحام. هيا نقرأ هذه القصة. أريد فتاة جميلة تناسب ولدي سالما. تابعت سالم حديثها معي وقالت: سالم شاب مثالي، تخرج من كلية الهندسة بدرجة عالية، وبدأ يمارس عمله متمسكا بدينه مستقيما في خلقه. يشهد له أهل القرية كلهم بأنه قد جمع الدين والدنيا. صحيح إنه لا يملك الكثير، لكن مستقبله ظاهر. സാലിമിൻ്റെ മകൻ അഥവാ സാലിമിൻ്റെ ഉമ്മ സാലിമിന് വിവാഹപ്രായമെത്തിയിരിക്കുന്നു. വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട സാലിമിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണത്തിലാണ് കഥ തുടങ്ങുന്നത്. ഉരീദു ഫതാത്തൻ ജമീലത്തൻ. ഞങ്ങൾക്ക് വേണ്ടത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെയാണ്. തുനാസിബു വലദി സാലിമൻ. ഞങ്ങളുടെ മകൻ സാലിമിന് യോജിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് വേണ്ടത്. താബഅത്ത് സാലിം ഹദീസഹ മഈ. സാലിം എന്നോടൊപ്പമുള്ള അവരുടെ സംസാരം തുടർന്നുകൊണ്ട് പറഞ്ഞു. വക്കാലത്ത്, സാലിമിൻ്റെ ഉമ്മ തുടരുകയാണ്, സാലിമുൻ ഷാബുൻ മിസാലിയുൻ. സാലിമ് നല്ല മാതൃകാപരനായ ഒരു യുവാവാണ്. ഷാബുൻ മാനാഹു യങ്, യുവാവ്. തഖറജ മിൻ കുല്ലിയത്തിൽ ഹന്തസ. അദ്ദേഹം ബിരുദം നേടിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. ബി ദർജത്തിൻ ആലിയ, ഉന്നത മാർക്കോടുകൂടി.
ആലിയ ഉന്നതമായത്, ദർജത്ത് മാർക്ക്. വബദ യുമാരിസു അമലഹു അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ജോലി പരിശീലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുതമസ്സിക്കൻ ബി ദീനിഹി തൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുമ്പോൾ ദീനിനെ കൈവിട്ടിരുന്നില്ല. മുതമസ്സിക്കൻ മുറുകെ പിടിച്ചുകൊണ്ട് ബിദീനിഹി മുസ്തഖീമൻ ഫി ഖുലുഖിഹി മുസ്തഖീമൻ നേരായ സ്വഭാവമുള്ളവനായിക്കൊണ്ടും, ഖുലുഖ് സ്വഭാവം, മുസ്തഖീമൻ നേരായ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന ആ പദം തന്നെ. യശ്ഹദു ലഹു അഹ്ലുൽ ഖറിയ ഗ്രാമീണ ജനത, നാട്ടുകാരൊക്കെ സാക്ഷ്യം വഹിക്കുന്നു. കുല്ലുഹും എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു. ബി അന്നഹു ഖദ് ജമഅ അദ്ദീന വദ്ദുന്യ ഈ സാലിം എന്ന് പറയുന്ന കുട്ടി ഖദ് ജമഅ അദ്ദീന വദ്ദുന്യ ദീനും ദുന്യാവും ഒരുമിച്ച് കൂടിയ ഒരു വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുമുണ്ട്. ദുന്യവിയായ എല്ലാ ഷർത്തുകളും ഒത്തിട്ടുണ്ട്. നല്ല സ്വഭാവവും നല്ല മതപരമായ ചിട്ടയുമുണ്ട്. ദീനും ഒത്തിട്ടുണ്ട്. ഇങ്ങനെ ജമഅദ്ദീന വദ്ദുന്യ ദീനും ദുനിയാവും ഒത്ത ഒരു കുട്ടിയാണ് സാലിം. സ്വഹീഹുൻ ശരിയാണ്. അന്നഹു ലാ യംലിക്കുൽ കസീർ അവൻ ധാരാളം സ്വത്തിൻ്റെ ഉടമയൊന്നുമല്ല. ലാ യംലിക്കു കൈവശപ്പെടുത്തുന്നില്ല, അൽ കസീർ ധാരാളമായിട്ട് കൈവശപ്പെടുത്തിയ ആളൊന്നുമല്ല. ലാക്കിന്ന മുസ്തഖ്ബിലഹു സാഹിറുൻ പക്ഷേ ഹിസ് ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് അവൻ്റെ ഭാവി തിളങ്ങുന്നതാണ്. നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, ഭാവിയിൽ നല്ല സമ്പന്നൻ ആവാൻ പോകുന്ന ആളാണ്. ഹദ്അത്ത് നഫ്സുഹ സാലിമിൻ്റെ ഉമ്മയുടെ ഹൃദയം ശാന്തമായി, ഹൃദയം സമാധാനമായി. വമസഹത്ത് ദുമു അൽ ഫറഹ് സന്തോഷത്തിൻ്റെ കണ്ണുനീർ തുടക്കാൻ തുടങ്ങി. മസഹ തുടക്കാൻ തുടങ്ങി. ദുമു കണ്ണുനീർ അൽ ഫറഹ് സന്തോഷത്തിൻ്റെ. അല്ലത്തി ഫാലത്ത് മിൻ ഐനിഹ അവളുടെ കണ്ണിൽ നിന്നും ഒഴുകി വന്ന ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് സാലിമിൻ്റെ ഉമ്മ ഇതൊക്കെയാണ് പറഞ്ഞത്. ഹനി അല്ലക്ക് അയ്യത്തു ഹൽഖാല ഖാൽ എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരിയാണ്. മാതൃ സഹോദരിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് ഹനി അല്ലക്കി അയ്യത്തു ഹൽഖാല. ഹനി അൻ ആശീർവാദങ്ങൾ, സന്തോഷങ്ങൾ. ഹനി അല്ലഖ് നിനക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. അപ്പം മാതൃ സഹോദരിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വഖദ് ഖറത്ത് ഐനാക്കി നിങ്ങളുടെ കൺ കുളിർക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവട്ടെ. ഖറത്ത് ഐനാക്കി കൺ കുളിർക്കട്ടെ, സന്തോഷിക്കട്ടെ. ബി വലദിക്ക് നിങ്ങളുടെ മകനെ കൊണ്ട് നീ സന്തോഷിക്കുക. ഷാബൻ സ്വാലിഹൻ നല്ല യുവാവായ നല്ല സ്വഭാവമുള്ള. മുഫ്ലിഹൻ വിജയിച്ച. ഫിദ്ദാറൈൻ രണ്ട് ലോകത്തും, ദുനിയാവിലും ദീനും ദുനിയാവും രണ്ടും കൊണ്ട് വിജയിയായ നിങ്ങളുടെ യുവത്വമുള്ള ആ മകനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. വഅദുല്ലാഹ് ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അൻ യുതമ്മിമ ഫർഹതക്കി നിങ്ങളുടെ സന്തോഷം പൂർത്തിയാവാൻ. ബി അറൂസിൻ മുഅ്മിനത്തിൻ മുഅ്മിനായ ഒരു പുതിയോട്ടിയെ ലഭിച്ചുകൊണ്ട്. മുനാസിബത്തില്ലി വലദിക് താങ്കളുടെ മകന് യോജിക്കുന്ന ഒരു മണവാട്ടിയെ കൂടി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഖാലത്ത് ഇപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറയാണ് വലാക്കിന്നനി ഉആതുബിക അലാ ഹാദാ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് ആക്ഷേപമാണുള്ളത്. വലാക്കിന്നനി പക്ഷേ ഞാൻ ഉആതുബിക്ക് നിന്നെ ആക്ഷേപിക്കുന്നു. അലാ ഹാദാ ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ആക്ഷേപിക്കുകയാണ്. ലിമ യാ ഖാല എന്തിനാ എന്നെ ആക്ഷേപിക്കുന്നത്? ലി അന്നക ലാ തുസാഇദീനനി നീ എന്നെ സഹായിച്ചിട്ടില്ല. ഫി ഹാദൽ അംർ ഈ കാര്യത്തിൽ. ഫബ്തസംതു ലി കലാമിഹ അവളുടെ സംസാരത്തിൽ ഇവർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. വഖുൽതു എന്നിട്ട് പറഞ്ഞു ഹൽ തഅരിഫീന ഫാത്തിമ നിനക്ക് ഫാത്തിമാൻ അറിയില്ലേ? നമ്മുടെ കൊളക്കണ്ടത്തിലെ ഫാത്തിമ. വഹിയ തദൂമു അല ജൽസാത്തിൽ ഖുർആൻ അവൾ ഖുർആൻ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. നല്ല ദീനീ ബോധമുള്ള പെൺകുട്ടിയാണ്. വ തഖ്തഹിമുൽ അഖബാത്ത് അവളെല്ലാം സഹിക്കാൻ തയ്യാറാണ്. തഖ്തഹിമുൽ അഖബാത്ത് പ്രയാസങ്ങൾ സഹിക്കുക. ഫി സബീലി ത്വഅത്തില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാ പ്രയാസവും സഹിക്കാൻ തയ്യാറുള്ളവളാണ് അവൾ. നല്ല ദീനുള്ള കുട്ടിയാണ്.
വറസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിൽ എന്തും സഹിക്കാൻ തയ്യാറായ ഒരു കുട്ടിയാണ് ഫാത്തിമ. കാലത്ത് മുസ്തങ്കിറത്തൻ, ഒരു വെറുപ്പോടുകൂടി ഇഷ്ടക്കുറവോടുകൂടെ സാലിമിൻ്റെ ഉമ്മ പറയാണ്, ഉംറുഹായി സിനത്താൻ വ20 സന, അവൾക്ക് 22 വയസ്സായി. ഇബ്നി ലം യതജാവസിർ റാബിഅ വൽ 20, എൻ്റെ മോൻ 24 വയസ്സാവുന്നേ ഉള്ളൂ. ലാ ഇത് പറ്റൂല. ഇന്നഹ കബീറത്തു സിൻ, അവൾക്ക് പ്രായം കൂടുതലാണ്. ഹസനൻ, ഓക്കെ, ഹാദിഹി ആയിക്കോട്ടെ. ഹസനൻ എന്ന് പറഞ്ഞാൽ നല്ലത്, ഓക്കെ. ഹാദിഹി റബാബ്, ഇതാ റബാബ് ബിൻതുൽ ഹാജ് ഇബ്രാഹിം, ഇബ്രാഹിം ഹാജിയുടെ മകൾ റബാബ്, അവളെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? വഹിയ തുതക്കിനുൽ ഖിയാത്ത, അവൾക്ക് നന്നായിട്ട് എംബ്രോയ്ഡറി അറിയാം. ഒരു ചെറിയ വരുമാനമൊക്കെ അവൾ ഉണ്ടാക്കും. ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ അറിയാം. നന്നായിട്ട് തുന്നൽ കല നന്നായിട്ട് അറിയുന്ന കുട്ടിയാണ്. വമിൻ ഉസ്രത്തിൻ ത്വയ്യിബ, അവളുടെ കുടുംബവും വളരെ നല്ല കുടുംബമാണ്. ഉസ്രത്തുൻ ത്വയ്യിബ, വളരെ നല്ല കുടുംബമാണ്. മുതവാലിഅ, നല്ല വിനയമുള്ളവരാണ് ആ കുടുംബത്തിലെ എല്ലാവരും. അപ്പോൾ സാലിമിൻ്റെ ഉമ്മയുടെ മറുപടി, ലാക്കിൻ, പക്ഷേ, ലം തതജാവസ് ഫി ദിറാസതിഹൽ മർഹലത സാനവിയ, അവൾ ഹയർ സെക്കൻഡറി പോലും പാസ്സാവാത്തൊരു കുട്ടിയാണ്. ഇപ്പോൾ സാലിമിൻ്റെ ഉമ്മാക്ക് ആ കുട്ടിയെയും പിടിച്ചിട്ടില്ല. ലം തതജാവസ് ഫി ദിറാസതിഹ അൽ മർഹലത സാനവിയ, ഹയർ സെക്കൻഡറി പോലും തജാവസ് എന്ന് പറഞ്ഞാൽ വിട്ടുകിടക്കുക. ലം തജാവസ്, വിട്ടുകിടന്നിട്ടില്ല, പാസ്സായിട്ടില്ല. ഫി ദിറാസതിഹ, അവളുടെ പഠനത്തിൽ ഹയർ സെക്കൻഡറി പോലും കഴിഞ്ഞിട്ടില്ല. വബിനി യുഹിബ്ബു അൻ തകൂന സൗജതുഹു മുവല്ലഫത്തൻ, എൻ്റെ മകന് യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അൻ തകൂന സൗജതുഹു, അവൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളാവണം? മുവല്ലഫത്തൻ, ഒരു നല്ല പഠിപ്പും ജോലിയൊക്കെ ഉള്ള ആളാവണമെന്നാണ് എൻ്റെ മകൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൻ ബിടെക്കാണ്. അപ്പോൾ തുല്യമായ ഒരു യോഗ്യത ഉള്ള ആളായിരിക്കണമെന്നാണ് എൻ്റെ മകൻ ആഗ്രഹിക്കുന്നത്. ഫമാ റഅയുക ഖദീജ, അങ്ങനെയാണെങ്കിൽ ഖദീജയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ആലുള്ളയിലെ ഖദീജനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? വഹിയ തദ്റുസു ഫിൽ മർഹലത്തി സാനവിയ്യത്തിൽ ആലിയ, അവളിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫുൾ A+ കിട്ടിയ കുട്ടിയാണ്. നല്ല മാർക്കോട് കൂടെ ഹയർ സെക്കൻഡറി പാസ്സാവാനും നല്ല ഒരു കോളേജിൽ പിന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ സാധ്യതയുള്ള കുട്ടിയാണ്. അവളൊരു പക്ഷേ ബിടെക്കോ MBBS ഒക്കെ പഠിക്കാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. ഐവാ, നല്ല കുട്ടിയാണ്. ലാക്കിന്നഹ സമ്ര, പക്ഷെ അവൾക്ക് നിറം കുറവാണ്. ഇങ്ങനെ ഏത് വിവാഹ ബന്ധം പറഞ്ഞു കൊടുക്കുമ്പോഴും സാലിമിൻ്റെ ഉമ്മക്ക് അതിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമാണ് പറയാനുള്ളത്. സുമയ്യ, അങ്ങനെയാണെങ്കിൽ സുമയ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുമയ്യ നല്ല നിറമുള്ള കുട്ടിയാണ്, നല്ല പഠിപ്പുള്ള കുട്ടിയാണ്. അവളും MBBS MTech ഒക്കെ BTech ഒക്കെ പഠിക്കാൻ സാധ്യതയുള്ള കുട്ടിയാണ്. നല്ല തറവാട്ടുള്ള കുട്ടിയാണ്. സുമയ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സാമഹക്കില്ല, അള്ളാഹു നിനക്ക് വിട്ടുവീഴ്ച നൽകട്ടെ. സാലിമിൻ്റെ ഉമ്മ പറയാണ്, ഇന്നഹ ഖസീറത്തുൻ ജിദ്ദ, അവള് കുള്ളത്തിയാണ്, തീരെ നീളമില്ല, വളരെ വളരെ നീളം കുറഞ്ഞൊരു കുട്ടിയാണ്. സാലിമിന് അത് ചേരൂല. ഫക്കുൽത്തു, അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മീൻസ് ആ ഉമ്മു സാലിമിനോട് സംസാരിക്കുന്ന പിന്നെ അവർ പറഞ്ഞു, ആ സഹോദരി പുത്രി അവൾ പറഞ്ഞു, യാ ഖാല ഇംറഅത്തുൻ സ്വാലിഹത്തുൻ ഖൈറുൻ വ ഇല്ലം തകുൻ ജമീലത്തൻ. അപ്പം മാതൃ സഹോദരിയോട് പറയാണ്, യാ ഖാല ഇംറഅത്തുൻ സ്വാലിഹത്തുൻ, നല്ല സ്വഭാവമുള്ള കുട്ടി എന്ന് പറയുന്നത് ഖൈറുൻ, അതാണ് ഏറ്റവും നല്ല കുട്ടി. വ ഇല്ലം തകുൻ ജമീലത്തൻ, അല്പം ഭംഗി കുറഞ്ഞാലും. നിങ്ങൾ ഭംഗിയുടെ ഓരോ കണ്ടീഷനും വെച്ച് ഓരോ പെൺകുട്ടിയെ ഇങ്ങനെ തള്ളി കളയുന്നുണ്ടല്ലോ. അവൾക്ക് നീളക്കുറവ്, അവൾക്ക് നിറം കുറവ്, അവൾക്ക് പിന്നെ സ്വത്ത് കുറവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ തള്ളി കളയുന്നുണ്ടല്ലോ. ഇമ്രാത്തുൻ സ്വാലിഹത്തുൻ ഖൈറുൻ വ ഇല്ലം തകുൻ ജമീലത്തൻ, അല്പം ഭംഗി കുറഞ്ഞാലും നല്ല പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ശാശ്വത സമാധാനം ഉണ്ടാക്കുക.
സുബ്ഹാനല്ലാ, എന്തായി പറയുന്നത്? സാലിമിൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, എന്തായി പറയുന്നത്? മൻ ഖാല ഇന്നനി ഉരീദു ഗൈറ സ്വാലിഹ. ആരാ പറഞ്ഞത് എനിക്ക് സ്വാലിഹായ പെൺകുട്ടീനെ മാണ്ടാന്ന്? സ്വാലിഹായ നല്ല സ്വഭാവമുള്ള പെൺകുട്ടീനെ വേണ്ടാന്ന് ആരാ പറഞ്ഞത്? ഉരീദ് ഫതാത്തൻ റായ, എനിക്ക് ഭംഗിയുള്ള ഒരു കുട്ടിയായിരിക്കണം, മുഅ്മിനത്തൻ, നല്ല മുഅ്മിനായ നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കണം. അങ്ങനെ സ്വഭാവം മോശമായ കുട്ടിയൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യതവഫർ ഫിഹ ദീൻ വ ദുനിയ, പക്ഷേ നമ്മളെ കണ്ടീഷൻ അവളിൽ ദീനും ദുനിയാവും ഒത്ത കുട്ടിയായിരിക്കണം. ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല സ്വഭാവം, നല്ല മതപരമായ ചിട്ടയുള്ള കുട്ടിയായിരിക്കണം. ദുനിയാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഭംഗിയുള്ള, അധികം പ്രായമൊന്നും ഇല്ലാത്ത, അധികം നീളക്കുറവോ അധികം നീളക്കൂടുതലോ ഒന്നുമില്ലാത്ത, അധികം നിറം കുറവൊന്നുമില്ലാത്ത, ഒരു കുറ്റവും ഒരു കുറവും പറയാനില്ലാത്ത ഒരു കുട്ടിയായിരിക്കണം. അതാണ് ഇവളുടെ കണ്ടീഷൻ. ഫക്കുൽത്തു, അപ്പോൾ ഇവൾ ചോദിക്കുകയാണ്, വ തഖ്സുദീന ബി ദുനിയ, നിങ്ങൾ ദുന്യാവത്തെ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ, ദീനും ദുന്യാവത്തെ കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ദുന്യാവത്ത കുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ തക്കൂന ജമീലത്തൻ, നല്ല ഭംഗിയുള്ള കുട്ടിയായിരിക്കണം എന്നുള്ളതല്ലേ. ബൈല, നല്ല നിറമുള്ള കുട്ടിയായിരിക്കണം എന്നുള്ളതല്ലേ. തൊവീല, നല്ല നീളമുള്ള, ഒത്ത നീളമുള്ള, അധികം നീളക്കുറവൊന്നുമില്ലാത്ത കുട്ടിയായിരിക്കണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സഹീറത്ത സിന്നി, അധികം പ്രായമൊന്നുമില്ലാത്ത കുട്ടിയായിരിക്കണം എന്നല്ലേ. അപ്പോൾ മുവല്ലഫത്തൻ, നല്ല പഠിപ്പും ജോലിയൊക്കെ ഉള്ള കുട്ടിയായിരിക്കണം എന്നല്ലേ നിങ്ങൾ ദുന്യാവ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ ഓക്കെ പറഞ്ഞു, അതെ. വബനി സാലിം യസ്തഹിക്കു കുല്ലഹാദ, എൻ്റെ മകൻ സാലിം ഇതൊക്കെ അർഹിക്കുന്നതാണ്. കാരണം സാലിമിന് നല്ല ജോലിയുണ്ട്, സാലിമിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ സാലിം ഇതൊക്കെ അർഹിക്കുന്നതാണ്. മാറി ഫി ഹാല ബിന്ത് അദ്നാൻ, അങ്ങനെയാണെങ്കിൽ ഹാല ബിന്ത് അദ്നാൻ, അദ്നാൻ്റെ മകള് ഹാലയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവൾക്ക് എന്ത് കുറവാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പറഞ്ഞ മുഴുവൻ അവളിലുള്ളതാണല്ലോ. ഫലഹറത്തിൽ ഖൈബത്തു വൽ ഹസ്രത്തു അലാ വജിഹിഹ, സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം, വല്ലാത്തൊരു സങ്കടം മുഖത്ത് നിഴലിച്ചു. ലഹറത്ത് പ്രത്യക്ഷപ്പെട്ടു, ഖൈബത്ത് പരാജയം, ഹസ്രത്ത് ഖേദം, പരാജയവും ഖേദവും പ്രകടമായി അലാ വജിഹിഹ, സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത്. വക്കാലത്ത്, എന്നിട്ട് സാലിമിൻ്റെ ഉമ്മ പറയാണ്, മുംതാസ, അവളെല്ലാം കൊണ്ടും നല്ല കുട്ടിയായിരുന്നു. വലാക്കിൻ, പക്ഷേ യാൽ ലസഫ്, സങ്കടം എന്ന് പറയാം, ലഖദ് റഫല അഹ്ലുഹ ത്വലബി, ഞങ്ങളങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിരുന്നു, പക്ഷേ അവരതങ്ങോട്ട് റിജക്റ്റ് ചെയ്തു. റഫല, റിജക്റ്റഡ്. അഹ്ലുഹ, അവളുടെ കുടുംബം. ത്വലബി, ഞങ്ങളുടെ അപേക്ഷ. ഇന്ന അഹ്ലഹ മദിയുൻ, ഒരു വലിയ ആൾക്കാരാണ്, അതുകൊണ്ടാണ് നമ്മളെ പറ്റാതായിപ്പോയത്. ഇന്ന അഹ്ലഹ മദിയുൻ, അവർ വലിയ ദുന്യാവിൻ്റെ ആൾക്കാരാണ്. ഓലിക്ക് നല്ല സ്വത്തും പണമൊക്കെ ഉള്ള ആൾക്കാരെ മാത്രമേ വേണ്ടൂ. സാലിമിന് നേരത്തെ പറഞ്ഞു, ഇന്നഹു ലായംലിക്കു കസീറൻ അല്ലേ, സാലിമിൻ്റെ ധാരാളം സ്വത്തൊന്നും ഇല്ലാത്ത ആളാണ് സാലിം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഓലിക്ക് പറ്റാതായിപ്പോയത്. ലാ യാ ഖാല, അപ്പം ഇവൾ തിരുത്തി കൊടുക്കുകയാണ്, അങ്ങനെയല്ല. മാ വജദ അഹ്ലുഹാ ലാ ഫി ബിനിക്കി ശുറൂത്ത ദുന്യവിയ, ഹാലത്തിൻ്റെ വീട്ടുകാർക്കും കണ്ടീഷൻ വെക്കാലോ. ആണിൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ലല്ലോ കണ്ടീഷൻ വെക്കാൻ പറ്റുക, പെണ്ണിൻ്റെ വീട്ടുകാർക്കും കണ്ടീഷനൊക്കെ വെക്കാലോ. ഹാലത്തിൻ്റെ വീട്ടുകാരുടെ കണ്ടീഷൻ പ്രകാരം നിങ്ങളുടെ കുട്ടിക്ക് ദുന്യവിയായ കണ്ടീഷൻസ് ഒന്നും ഒത്തിട്ടില്ല. നിങ്ങളീ പറയുന്ന ദുന്യവിയായ കുറേ കണ്ടീഷൻ ഉണ്ടല്ലോ, ഭംഗി, നിറം, നീളം, ഉയരം, ഇങ്ങനെ കുറേ കണ്ടീഷൻ നിങ്ങൾ വെക്കുന്നുണ്ടല്ലോ. ഈ കണ്ടീഷനൊക്കെ പെൺകുട്ടിൻ്റെ ഭാഗത്തു നിന്നും വെക്കാലോ. അങ്ങനെ വെച്ചപ്പം അവൾക്ക് നിങ്ങളുടെ മകനെ പറ്റിയിട്ടില്ല. യാ ഖാല, എന്നിട്ട് ഇവരിങ്ങനെ തിരുത്തി കൊടുക്കുകയാണ്. യാ ഖാല, സാലിമിൻ്റെ ഉമ്മയെ വിളിക്കുകയാണ്. ഇല്ലം തജിദി അൽ ജാനിബൈനി മഅൻ ഫി ഫത്താത്തിൻ, ഒരു പെൺകുട്ടി തന്നെ ഈ രണ്ട് വശവും ഒരുപോലെ ഒക്കണമെന്ന് നിങ്ങൾ കണ്ടീഷൻ വെക്കരുത്. ഇല്ലം തെജിദി, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഇല്ലം തെജിദി, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, അൽ ജാനിബൈനി, രണ്ട് വശവും കണ്ടിട്ടില്ലെങ്കിൽ, മഅൻ, ഒരേപോലെ, ദീനും ദുന്യാവും ഒരേപോലെ കണ്ടിട്ടില്ലെങ്കിൽ, ഫി ഫത്താത്തിൻ, ഒരു പെൺകുട്ടിയിൽ ഈ രണ്ടും ഒരേപോലെ കണ്ടിട്ടില്ലെങ്കിൽ, ഫബി അയ്യി ജാനിബിൻ തുലഹീൻ, ഏത് വശമാണ് നിങ്ങൾ ഉപേക്ഷിക്കുക? ഒരു പെൺകുട്ടിയിൽ ദീനുണ്ട് പക്ഷേ ദുന്യാവില്ല, വേറെ പെൺകുട്ടിയിൽ ദുന്യാവുണ്ട് പക്ഷേ ദീനില്ല.
അങ്ങനെയാണെങ്കിൽ ഏത് പെൺകുട്ടിയാണ് നിങ്ങൾ എടുക്കുക? ദീനുള്ള കുട്ടിയെയാണോ ദുനിയാവുള്ള കുട്ടിയെയാണോ? അദ്ദീൻ അമി ദുന്യ, ദീനുള്ള കുട്ടിയാണോ ദുനിയാവുള്ള കുട്ടിയാണോ? ഏതാണ് നിങ്ങൾ വെടിയുക, ഏതാണ് നിങ്ങൾ എടുക്കുക? അയ്യ ജാനിബിൻ തുലഹി എന്ന് വെച്ചാൽ ഏതാണ് നിങ്ങൾ വെടിയുക എന്നാണ് അർത്ഥം. ദീനാണോ നിങ്ങൾ വെടിയ, ദുനിയാവാണോ നിങ്ങൾ വെടിയ? അപ്പം മൂസാലിമിൻ്റെ മറുപടി കാലത്ത് ബാദത്ത് അമുലിൻ, തഅമ്മുൽ എന്ന് പറഞ്ഞാൽ അല്പം ചിന്തിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു. ബാദത്ത് അമുലിൻ, അല്പം ചിന്തിച്ചതിന് ശേഷം. ഇന്ന സാലിമിൻ ഖവിയ്യദ്ദീൻ, സാലിമ് നല്ല ദീനീബോധമുള്ള ആളാണ്. യസ്തതിഉ അൻ യഹ്ദിയ സൗജതഹു വയുഅല്ലിമഹ, ഇത്തിരി ദീനി കുറഞ്ഞ പെൺകുട്ടിയാണെങ്കിലും സാലിമിന് നല്ല ദീനീബോധമുള്ള ആളായതുകൊണ്ട് ഈ പെൺകുട്ടിയെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനും സ്വഭാവ ഗുണമുള്ളവളാക്കി മാറ്റാനും കഴിയും. ഇല്ലം തെക്കുൻ മുത്തദയ്യനത്തൻ, അവൾക്ക് കുറച്ച് ദീന് കുറവാണെങ്കിലും സാലിമിനോളെ നന്നാക്കിയെടുക്കാനാവും. പക്ഷേ ഒരാൾക്ക് നീളം കുറഞ്ഞാണെങ്കിൽ നീളം കൂട്ടിയെടുക്കാനോ, സൗന്ദര്യമോ നിറോ കുറവാണെങ്കിൽ അത് കൂട്ടിയെടുക്കാനോ, സ്വത്ത് കുറവാണെങ്കിൽ അത് കൂട്ടിയുണ്ടാക്കാനൊന്നും സാലിമിന് കഴിയില്ലല്ലോ. അപ്പം ദുന്യാവിന് മുൻഗണന കൊടുക്കും എന്നാണ് സാലിമിൻ്റെ ഉമ്മയുടെ മറുപടി. ദീന് പിന്നീടിങ്ങി ഉണ്ടാക്കിയെടുക്കും. മലത് അയ്യാമും ഷുഹൂറുൻ, ഒരു മാതാവിൻ്റെ സ്വപ്നങ്ങളാണ്. തൻ്റെ മകൻ്റെ വിവാഹത്തെക്കുറിച്ചും തൻ്റെ മകൻ്റെ ഇണയെക്കുറിച്ചൊക്കെയുള്ള മാതാവിൻ്റെ സ്വപ്നമാണ്. മലത് അയ്യാമും ഷുഹൂറുൻ, ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. യോമൻ സാറത്തിനി ഉമ്മു സാലിം, ഒരിക്കലേ സാറത്തിനി എന്നെ സന്ദർശിച്ചു. ഉമ്മു സാലിം സന്ദർശിച്ചു. വഫി യദിഹ ബിത്വാഖത്തു ദഅവ, സാലിമിൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ കല്യാണക്കത്തുണ്ട്. ബിത്താഖത്തു ദഅവ, ക്ഷണക്കത്ത്. വക്കാലത്ത്, സാലിമിൻ്റെ ഉമ്മ പറയാണ്, ലാബുദ്ദ മിൻ തശ്രീഫിക്ക് ഇയ്യാന ബിഹുദൂരി സഫാഫ്, ലാബുദ്ദ മിൻ, അനിവാര്യമായിട്ടും നിർബന്ധമായിട്ടും, തശ്രീഫിക്ക്, നീ അനുഗ്രഹിക്കണം, ഇയ്യാന, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം, ബിഹുദൂരി സിഫാഫ്, കല്യാണത്തിന് വന്നുകൊണ്ട് താങ്കളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. മീൻസ് കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. മനിൽ അറൂസ്, അപ്പം ഇവർക്ക് ഏറ്റവും ആകാംക്ഷ അതായിരുന്നു. ആരാ മണവാട്ടി, ആരാ പുതിയോട്ടി? അൽ ആനിസ സമീഹ, സമീഹയാണ് മണവാട്ടി. ഇസ്മുഹ ജമീൽ, പേര് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. വഹിയ അജ്മൽ, പേര് മാത്രമല്ല അവളെ കാണാൻ അതിനേക്കാൾ ഭംഗിയുണ്ട്. ബാരിഅത്തുൽ ജമാൽ, അങ്ങേയറ്റത്തെ സൗന്ദര്യമാണ് അവൾക്ക്. ഉംറുഹ സമാനിയത അശറ ആമൻ, 18 വയസ്സേ ഉള്ളൂ. വദാറത്തിൽ അയ്യാം, ദിനങ്ങൾ കടന്നുപോയി, കല്യാണമൊക്കെ കഴിഞ്ഞു. വശഅറത ബി അന്ന മിൻ വാജിബി സിയാറത ഉമ്മി സാലിം ലിതഹ്നിഅതിഹ, വശഅർതു, എനിക്ക് തോന്നി. അപ്പം ആ മാതൃസഹോദരി പറയാണ്, എനിക്ക് തോന്നി, ബി അന്ന മിൻ വാജിബി, എൻ്റെ കടമയിൽപ്പെട്ടതാണ്, സിയാറത്ത് ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മാനൊന്ന് സന്ദർശിക്കണം, സാലിമിൻ്റെ വീട്ടിലൊന്ന് പോകണം. ലിതഹ്നിഅതിഹ, അവളെ ഒന്ന് ആശീർവദിക്കാൻ വേണ്ടി, അവളെ ഒന്ന് ആശംസിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ത്വറത്തുൽ ബാബ, സാലിമിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെത്തി, വാതിൽ മുട്ടി. വസ്തഖ്ബലത്തിനി ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ എന്നെ സ്വീകരിച്ചു. ബി ഹഫാവത്തിൻ ബാലിഗ, നല്ല ആശീർവാദത്തോടു കൂടെ, ഹഫാവ സന്തോഷത്തോടു കൂടെ. കൈഫ ഹാലു അറൂസിക്കും, എന്താ നിങ്ങളുടെ മണവാട്ടിയുടെ വിശേഷങ്ങൾ? അപ്പോൾ ലഹറ അല വജിഹി ഉമ്മി സാലിം സഹാബത്തുൽ ഹുസ്നി വൽ കആബ, സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത് ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാർമേഘം മൂടിയതുപോലെയായി. ലഹറ, വെളിവായി, അല വജിഹി ഉമ്മി സാലിം, സാലിമിൻ്റെ ഉമ്മയുടെ മുഖത്ത്, അൽ ഹുസിൻ, സഹാബത്ത് മേഘം, അൽ ഹുസിൻ ദുഃഖത്തിൻ്റെയും, വൽ കആബ ഖേദത്തിൻ്റെയും സങ്കടത്തിൻ്റെയും, ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മേഘം മൂടിയതുപോലെ മുഖം ഇരുണ്ടുപോയി. വഹിയ തഖൂൽ, സാലിമിൻ്റെ ഉമ്മ പറയാണ്, അൽഹംദുലില്ലാഹ് ഹിയ ബിഖൈർ, ഓൾക്ക് കുഴപ്പമൊന്നുമില്ല. കമാ തസ്മായിൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നഹ ലാ തുഫാരിഖുൽ മിദിയാ, അവള് റേഡിയോ വിട്ട് എവിടെയും പോവില്ല, എപ്പോഴും FM റേഡിയോ വെച്ച് പാട്ടും വെച്ച് കുത്തിരിക്കും. ഇല തിലിഫാസ്, അഥവാ റേഡിയോ പൂട്ടിയാൽ അപ്പം തുറക്കും ടെലിവിഷൻ. വൈലൽ ജവ്വാൽ, ടെലിവിഷൻ കണ്ട് സീരിയൽ കണ്ട്
അത് പിന്നെ പല കോമഡികൾ കണ്ട് അങ്ങനെ പാട്ട് കണ്ട് ഡാൻസ് കണ്ട് അത് പൂട്ടിയാൽ തുടങ്ങും ഫോണിൽ കളിക്കാൻ. ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കളിച്ച് കുത്തിക്കളിച്ച് പിന്നെ തുഹബ്ബുൽ ഖന അവളിങ്ങനെ പാട്ടിഷ്ടമാണ്, പാട്ട് കേട്ടിങ്ങനെ ഇരിക്കും. വർറക്കസ് ഡാൻസ് ഇഷ്ടമാണ്, ഇങ്ങനെ ഡാൻസും പാടി പാട്ടും പാടി അങ്ങനെ വീട്ടിലങ്ങനെ ഒരു ഹാലിൽ അങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക. സിനിമയും കണ്ട് കുത്തിരിക്കും. വതഖ്ലി നഹാറഹ ഫിഷുർഫ പകൽ മുഴുവനും ഇതാ പരിപാടി. ഫിഷുർഫ അവളുടെ ബാൽക്കണിയിൽ ഇതാണ് പരിപാടി. ബത്തിയ വെരി സ്ലോ ആണ്, ഒരു പണിയെടുക്കാൻ അറിയില്ല, ഒരു ജോലി ചെയ്യാൻ അറിയില്ല, ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാനും കഴിയില്ല, ഭർത്താവിൻ്റെ ഉമ്മയെ ഹെൽപ്പ് ചെയ്യാനാവുന്നില്ല, ആ വീടിന് ഹെൽപ്പ് ചെയ്യാനും ഇവൾക്കാവുന്നില്ല. ജാഹില ഒന്നും അറിയില്ല, പടി വിഡ്ഢിയാണ്. ലാ താരിഫു ഹുഖൂഖൽ ബൈത്ത് ഒരു വീട്ടിൽ വന്നാൽ പ്രാഥമികമായിട്ട് ആ വീട്ടിനോടും വീട്ടുകാരോടും ചെയ്യേണ്ട കടമകൾ പോലും എന്താണെന്ന് അവൾക്കറിയില്ല. വസൗജ് തൻ്റെ ഭർത്താവിനോട് ചെയ്യേണ്ട കടമ എന്താണ് എന്നുള്ള ബേസിക് കാര്യങ്ങൾ പോലും അവൾക്കറിയില്ല. കല്യാണം കഴിച്ചിട്ടും ഭർത്താവിനെ നോക്കേണ്ട ഗതി ആ മാതാവിന് തന്നെ. വലാ താരിഫുൽ ഹലാൽ വൽ ഹറാം അവൾക്ക് എന്താ ഹലാൽ എന്താ ഹറാം എന്നറിയില്ല. ദീന് ഒരു തുള്ളി തൊട്ട് തീണ്ടിയിട്ടില്ല എന്നർത്ഥം. വക്കൈഫ ഹാലു സാലിം എന്ത് പറയുന്നു? സാലിം ഫി ഹുദൂഇഹി വ സബ്രിഹി സാലിം അങ്ങേയറ്റം ക്ഷമിച്ചിരിക്കുകയാണ്, സാലിം അങ്ങേയറ്റം ശാന്തനാവാൻ ശ്രമിക്കുകയാണ്. വഹുവ യുഹാവിലു തഗ്യീറ തിബാഇഹ ഇവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി സാലിം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. വഹുവ യുഹാവിൽ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തഗ്യീർ മാറ്റിയെടുക്കാൻ, തിബാഇഹ അവളുടെ സ്വഭാവം. തജമ്മദത്തിൽ കലിമാതു ഫി ഹൽഖിഹ അവളുടെ തൊണ്ടയിലെ വെള്ളം വരണ്ടുപോയി. തജമ്മദത്ത് വരണ്ടുപോയി, അൽ കലിമാത്ത് വാക്കുകൾ വരണ്ടുപോയി, ഫി ഹൽഖിഹ തൊണ്ടയിൽ. സാലിമിൻ്റെ ഉമ്മയുടെ വദ്ദുമൂഉ തസീലു അലാ ഖദ്ദൈഹ രണ്ട് കവിളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വഹിയ തഖൂൽ സാലിമിൻ്റെ ഉമ്മ പറയാണ്, സാലിം യസ്തഹിഖു കുല്ല ഖൈറിൻ സാലിം സത്യത്തിൽ നല്ല കുട്ടിയായിരുന്നു, എല്ലാ ഖൈറും അവന് അർഹതപ്പെട്ടിരുന്നു. ലാക്കിൻ പക്ഷേ എന്തു പറയാൻ, ലൈസ ലഹു ഹദ് അവന് ഭാഗ്യമില്ല. വതഹസ്സറത്ത് അവൾ നെടുവീർപ്പിട്ടു. വക്കാലത്ത് എന്നിട്ട് അവൾ പറയുകയാണ്, യാ ലൈതനി ഇഖ്തർതു സാലിഹത്തൻ എൻ്റെ നാശമേ, ഞാനൊരു ദീനുള്ള സ്വഭാവമുള്ള നല്ലൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ ഗതി ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.